ഹായ് ടീച്ചർ. ഹായ് മക്കളെ, ഞാൻ ടീച്ചർ. മിടുക്കന്മാരായി നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് പഠിച്ചു മുന്നേറാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഡോക്ടർ ബിട്ടു പറയുന്നത് കേൾക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ഇന്ന് എനിക്ക് കൂട്ടുകാരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. എന്താണെന്നറിയാമോ? കൂട്ടുകാർ ദിവസവും ശരിയായ സമയത്തുറങ്ങണം. ഏതാണ് ശരിയായ സമയം? കൂട്ടുകാർ 9 മണിക്കും 10 മണിക്കും ഇടയിൽ ഉറങ്ങണം. ഫോണിലും മറ്റും കളിച്ചിരിക്കാതെ കറക്റ്റ് സമയത്തുറങ്ങണം. എന്നിട്ടോ ശരിയായ സമയത്തു തന്നെ ഉറങ്ങി എഴുന്നേൽക്കുകയും വേണം. ഏതാണ് ശരിയായ സമയം? കൂട്ടുകാർ 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഉറങ്ങി എഴുന്നേൽക്കണം. നല്ലതുപോലെ ഉറങ്ങി നല്ലതുപോലെ എഴുന്നേൽക്കണം. അപ്പോൾ ഈ കാര്യം കൂട്ടുകാരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് തന്നെ അമ്മയോടും അച്ഛനോടും പറയണമെന്ത്? എനിക്ക് ഇന്ന് ശരിയായ സമയത്തുറങ്ങി ശരിയായ സമയത്ത് എഴുന്നേൽക്കണം. ഞാൻ നല്ല കുട്ടിയാണ്. അപ്പോൾ ടീച്ചർ ഇന്ന് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? ഹായ് മക്കളെ, അപ്പൊ ടീച്ചർ ഇന്ന് ഒരു എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ പറയുന്നത്. ഇന്നൊരു എസ്തെറ്റിക് ആയിട്ട് ഒരു പിക്ചറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി നോക്കൂ, ഭയങ്കര രസമല്ലേ കാണാൻ. എന്തൊക്കെയാണ് ഈ ഒരു പിക്ചറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? സൺ, ക്ലൗഡ്, സൺഫ്ലവർ. അതെന്താണ്? ഒരു പോട്ടിനകത്താണ് സൺഫ്ലവർ ഉള്ളത്. ആൻഡ് എ ബീ, ഒരു ഹണി ബീ ഉണ്ട്. ആൻഡ് ഓൾസോ എന്തൊക്കെയാ പിന്നെ ഗ്രാസ് ഉണ്ടല്ലേ, ഗ്രീൻ ഗ്രാസ്. ഓക്കെ, സൺഫ്ലവർ പ്ലാന്റ് ഇൻ എ പോട്ട്. ആൻഡ് പിന്നെന്താ, അവിടെ ഒരു പൂമ്പാറ്റ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സണ്ണിന് യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സൺഫ്ലവറിൻ്റെ പെറ്റൽസിന് ഇതളുകൾക്കും നമ്മൾ അതേ യെല്ലോ കളറാണ് കൊടുക്കുന്നുള്ളത്. ആൻഡ് ആ ഒരു ബി, ഹണി ബി കണ്ടില്ലേ, അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് 1.5 വിട്ടിട്ടുള്ള പോർഷനിലും നമ്മൾ യെല്ലോ കളർ കൊടുത്തു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ സൺഫ്ലവറിൻ്റെ പെറ്റൽ കംപ്ലീറ്റ് ആയപ്പോഴുള്ള ലുക്ക്. ദെൻ നമ്മൾ ആ ഒരു ബീൻ്റെ ബാക്കി പോർഷനിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ആൻഡ് അതിൻ്റെ ആ ഒരു വിങ്സ്, ചിറകിനും നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നുള്ളത്. പിന്നെ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാൻ പറ്റിയതെങ്കിലും പോർഷൻ ഉണ്ടോ? ഇല്ല അല്ലേ. സോ നമ്മൾ സൺഫ്ലവറിൻ്റെ അകത്തുള്ള ആ ഒരു സീഡ്സ് ഒക്കെ വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കുന്നുള്ളത്. കണ്ടോ? ഓക്കെ, ബ്രൗൺ കളർ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഗ്രാസിനൊക്കെ ലൈറ്റ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഗ്രാസ് എന്ന് വെച്ചാൽ എന്താണ്? പുല്ല്. സൺഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ് മലയാളത്തിൽ? സൂര്യകാന്തി. വെരി ഗുഡ്. പിന്നെ ഹണിബി, അതിൻ്റെ മലയാളം വേർഡ് എന്താണ്? തേനീച്ച. സൺ, സൂര്യൻ. വെരി ഗുഡ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പറയാം. ഗ്രാസ് പുല്ല്, സൺ സൂര്യൻ, സൺഫ്ലവർ സൂര്യകാന്തി, ഹണിബി തേനീച്ച, ബട്ടർഫ്ലൈ പൂമ്പാറ്റ. ബട്ടർഫ്ലൈ പൂമ്പാറ്റ. ക്ലൗഡ് മേഘം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പൂമ്പാറ്റക്ക്, അതായത് ആ ഒരു ബട്ടർഫ്ലൈക്ക് ആദ്യം റെഡ് കളറും പിന്നെ ഇൻഡിഗോ കളറും വെച്ച് ഫിനിഷ് ചെയ്തു. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? പിന്നെ നമ്മളൊരു സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു മേഘം, ക്ലൗഡ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണല്ലേ. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കളേഴ്സാണ്. നമുക്കതിലും ക്രിയേറ്റീവായിട്ട് വേറെയും കളേഴ്സ് കൊടുക്കാം. ആൻഡ് നമ്മൾ ആ ഒരു ഇല എന്താണ് പറയുന്നത്? ലീവ്സ് അല്ലേ? ലീവ്സിന് ഇലകൾ 2 ഉള്ളത് കൊണ്ടാണ് കേട്ടോ ലീവ്സ് എന്ന് പറയുന്നത്. ഒന്നാണെങ്കിൽ ലീഫ്, ഒരു ഇലയാണെങ്കിൽ ലീഫ്, 2 ഇലകളാണെങ്കിൽ ലീവ്സ് എന്ന് പറയും. സോ അതിന് നമ്മൾ ഡാർക്ക് ഗ്രീൻ കളറാണ് കൊടുത്തത്. പിന്നെ നമ്മൾക്ക് വരുന്നത് സ്റ്റെം, ആ ഒരു സൂര്യകാന്തിയുടെ തണ്ട്
പോർഷൻ, അതിന് നമ്മൾ സ്റ്റെം എന്ന് പറയും. ആ സ്റ്റെമ്മിന് നമ്മൾ ബ്രൗൺ കളർ കൊടുത്തു. ആൻഡ് നമ്മൾ ആ ഒരു ചെടിച്ചട്ടി ഫ്ലവർ പോട്ടിന് ബ്രൗൺ കളറാണ് കൊടുക്കുന്നുള്ളത്. ആൻഡ് നമ്മൾ ബ്രൗൺ കളർ കൊടുത്തു. ഓക്കെ അല്ലേ? ആൻഡ് അതിൻ്റെ ആ ഒരു ബോഡി പോർഷനിൽ നമുക്കൊരു ബ്ലാക്ക് കളറും കൊടുക്കാം. നമ്മുടെ ഫ്ലവർ പോട്ടും ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു എസ്തെറ്റിക് പിക്ചറിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. സൂര്യകാന്തി ചെടിയും പുല്ലും മേഘവും എല്ലാം ഉണ്ടല്ലേ, സൂര്യനും പൂമ്പാറ്റയും എല്ലാം കൂടിയുള്ള കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.